എല്ലാവർക്കും നമസ്കാരം. വിഖ്യാത എഴുത്തുകാരനായ റോബർട്ട് ഷുള്ളറുടെ ഒരു കഥയിലെ കഥാപാത്രമുണ്ട്. അവൾ വിധവയാണ്. അവൾ ഒരു ക്യാൻസർ രോഗിയുമാണ്. അവൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ അറിയുന്നത് അവൾ ക്യാൻസർ രോഗിയായിരുന്നുവെന്ന്. അവളുടെ നാട്ടിലെ 2 സ്ത്രീകൾ അവളുടെ യഥാർത്ഥമായ അവസ്ഥ മനസ്സിലാക്കാതെ അവളെപ്പറ്റി അപവാദം പറഞ്ഞു പരത്തുന്നുണ്ട്. അപവാദം പറഞ്ഞു പരത്തിയവർ പുരോഹിതനോട് ചെന്ന് ക്ഷമ പറയുമ്പോൾ അദ്ദേഹം അവർ ചെയ്ത പാപത്തിൻ്റെ വീഴ്ചയുടെ ആഴം മനസ്സിലാക്കാൻ അവർക്കൊരു എക്സസൈസ് കൊടുക്കുന്നുണ്ട്. ഒരു തലയിണ ഒരു കുന്നിൻ പുറത്ത് കൊണ്ടുപോയിട്ട് അതിനകത്തെ പഞ്ഞി മുഴുവൻ കാറ്റിൽ പറത്തിയിട്ട് വരാൻ പറയുന്നു. അവർ അപ്രകാരം ചെയ്തു. തിരിച്ചു വന്നു. അങ്ങ് പറഞ്ഞതുപോലെ ചെയ്തു. ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റിന് ക്ഷമ കിട്ടില്ലേ? ഉടനെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറത്തിവിട്ട പഞ്ഞിയെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റുമോ? അയ്യോ, അത് കാറ്റ് കൊണ്ടുപോയി. ലോകമെല്ലാം പരന്നു. ഇനി ഞങ്ങൾ എവിടുന്നാണ് അത് കളക്ട് ചെയ്യുന്നത്? അപ്പോൾ ആ പുരോഹിതൻ ഓർപ്പിച്ചു, നിങ്ങൾ ചമച്ചു വിട്ട അപവാദവും അതുപോലെയാണ്. ലോകമെമ്പാടും അത് പരന്നിട്ടുണ്ട്. എത്ര പേരെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും? ഒരിക്കലും ആർക്കുമെതിരെ അപവാദവും ഇല്ലാക്കഥകളും നുണകളും ചമയ്ക്കരുത്. ശരിക്കും ഈ പാഠം നമ്മളെല്ലാവരോടും കൂടിയാണ്. ബോംബിനേക്കാൾ മാരകമാണ് നുണകൾ. ബോംബ് വീണ് പരിക്ക് പറ്റിയവന് തിരിച്ചുവരവുണ്ട്. അവൻ ആത്മാഭിമാനത്തോടെ ജീവിക്കാം. എന്നാൽ ഒരുവന്റെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും ഹനിക്കുന്ന, നശിപ്പിക്കുന്ന തീവ്രമായ അനുഭവമാണ് ഈ നുണയെന്ന് പറയുന്നത്. ഒരു ജൂയിഷ് പ്രോവർബ് ഉണ്ട്, ലൂസ് ടങ്സ് ആർ worse than wicked hands. ദുഷ്ടന്റെ കരങ്ങളെക്കാൾ അപകടകരമാണ് നുണയന്റെ നാവ്. Gossip is the disease of the mind that spread like wildfire എന്നാണ് പറയുന്നത്. നുണ പരത്തുന്നത് ഒരു മാനസിക രോഗമാണ്. അത് കാട്ടുതീയേക്കാൾ അപകടകരവുമാണ്. നുണ പറയാതിരിക്കുക, നുണ പരത്താതിരിക്കുക, നുണയിൽ രസിക്കാതിരിക്കുക. നുണയൊരു കൊല്ലാക്കൊലയാണ്, കൊല്ലാതെ കൊല്ലുന്ന പ്രവൃത്തി. ഒരാൾക്കൊരു ഗുണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക. സത്യവിരുദ്ധമായതിനെ ആഘോഷിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. സദൃശ്യവാക്യങ്ങൾ 26-ാം അധ്യായം 20-ാം വാക്യം, വിറകില്ലാഞ്ഞാൽ തീ കെട്ടുപോകും, നുണയനില്ലാഞ്ഞാൽ വഴക്കുമില്ലാതെയാകും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിങ്കലേക്ക് ഉയർത്താം. കർത്താവെ, കരുണ ചെയ്യണമേ. കർത്താവെ, ബലപ്പെടുത്തണമേ. ദൈവസ്തുതി അർപ്പിക്കാനും ദൈവത്തിന് നന്ദി അർപ്പിക്കാനുമുള്ളതാകണമേ. ഞങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്കൊപ്പമുള്ളവർക്ക് സാന്ത്വനം പകരുന്നതായി തീരണമേ. മോശപ്പെട്ട വാക്കുകൾ ഞങ്ങളുടെ വായിൽ നിന്നുണ്ടാകരുതേ. സത്യത്തെ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾക്ക് എപ്പോഴും കഴിയണമേ. തിന്മകളുടെ ആഘോഷമായി ഞങ്ങളുടെ ജീവിതം തീരരുതേ. ഞങ്ങൾ ദൈവമക്കളാകുന്നുവെന്നും പരസ്പരം കരുതിയും ചേർത്ത് പിടിച്ചും മുമ്പോട്ട് പോകേണ്ടതാണ് ഈ ജീവിതമെന്നുള്ള വലിയ ബോധ്യം എപ്പോഴും ഞങ്ങൾക്കുണ്ടാകണമേ. പരിശുദ്ധാത്മ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടണമേ. ആത്മാവിൻ്റെ വഴിയെ സഞ്ചരിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. കർത്താവേ, നുണ പറഞ്ഞ് അപരജീവിതത്തിൻ്റെ സൗന്ദര്യം കെടുത്തുവാൻ ഞങ്ങൾക്കിടയാകരുതേ. യേശുവേ, ഞങ്ങൾ കുറവുള്ളവരാ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.